വയനാട്ടിലെ ആ വേദനിപ്പിക്കുന്ന വാർത്ത നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെ കിടന്നുറങ്ങിയവരായിരുന്നു അവരും. നേരം പുലരുമ്പോൾ പ്രിയപ്പെട്ടവർക്കൊപ്പം ഉണരാൻ കിടന്നവർ, പാതിരാത്രിയിൽ വലിയ ശബ്ദങ്ങൾ കേട്ട് പാഞ്ഞ് ഇറങ്ങിയവർ. എന്നാൽ എല്ലാം നഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കുവാൻ മാത്രമേ അവർക്ക് കഴിയുന്നുള്ളൂ. കൺമുന്നിൽ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പകൽ വിടർന്നപ്പോൾ മുണ്ടക്കൈ എന്ന സ്ഥലമില്ല, അവിടെ ഉണ്ടായിരുന്ന വീടുകൾ ഇപ്പോൾ ഇല്ല, കഴിഞ്ഞ രാത്രി കണ്ട മനുഷ്യരില്ല, അഭയം തേടിയ സ്കൂളില്ല, റോഡില്ല, പാലമില്ല, ഒറ്റപ്പെട്ട തുരുത്തായിരിക്കുന്നു എല്ലാം. ഈ ഗ്രാമമെല്ലാം ഒറ്റപ്പെട്ട തുരുത്തായിരിക്കുന്നു. കുത്തിയൊഴുകുന്ന പുഴയാണ് ചുറ്റും കാണാൻ സാധിക്കുന്നത്. മണ്ണിൽ പുതഞ്ഞ മനുഷ്യരാണ് ഇപ്പോൾ അവിടെയുള്ളത്. അവരുടെ നിലവിളിയാണ് എങ്ങും കാണാൻ സാധിക്കുന്നത്. മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിനും മരണത്തിനുമിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർ അനവധിയാണ് അവിടെ. ആ നാടിനു വേണ്ടി, അവിടുത്തെ മനുഷ്യന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരുപാട് സഹോദരന്മാർ അങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയിട്ടുണ്ട്. ആ നാടിന് വേണ്ടി, അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി, നമ്മുടെ നാട്ടിൽ നിന്നും പോയവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നല്ല ആത്മാർത്ഥമായി എല്ലാവരും പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടി എന്തെല്ലാം അവർക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമുക്ക് കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. എന്തൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തു കൊടുക്കുക. എല്ലാവരും ആത്മാർത്ഥമായി വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് പേർ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരെയും എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരട്ടെ. ആ നാടിന് എത്രയും പെട്ടെന്ന് രക്ഷയുണ്ടാവട്ടെ. അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. അവിടുത്തെ കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ്. താമസിക്കുന്ന വീടുകൾ നഷ്ടപ്പെടുമ്പോൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിക്കണം. വളരെ വേദനയുണ്ടാക്കുന്ന അവസ്ഥ. അധ്വാനിച്ച് ഉണ്ടാക്കിയ വീടുകളെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ. എല്ലാം കൺമുന്നിൽ തകർന്നു പോകുന്നു. ഉറ്റവർ കൺമുന്നിൽ നഷ്ടപ്പെട്ടു പോകുന്നു. എല്ലാവരും അവർക്ക് വേണ്ടി, അവിടുത്തെ ആ നാടിനും ആ നാട്ടുകാർക്കും വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആ നാടിനും ആ നാട്ടിലെ മനുഷ്യർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.